എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ ഞാൻ വന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഒരു നിസ്സാരപ്പെട്ട കാര്യമല്ല. എനിക്കതൊരു നിസ്സാരപ്പെട്ട കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല. അങ്ങനെ തോന്നുന്നവരുണ്ടെങ്കിൽ അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഞാനൊരിത്തിരി സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മുടെ വിശ്വാസങ്ങളെ കീറി മുറിക്കുന്ന തരത്തിലുള്ള ഓരോ പ്രവൃത്തികളാണ് നമ്മുടെ ക്ഷേത്ര സംബന്ധമായിട്ടൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, വിശ്വാസികൾക്കുള്ളതാണ് ക്ഷേത്രങ്ങൾ, ഭക്തജനങ്ങൾക്കുള്ളവരാണ് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. ഭക്തിയില്ലാത്തവരെ പിടിച്ചിട്ട് ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻറ്റും അതുപോലെയൊക്കെയുള്ള ഭരണസമിതി അംഗങ്ങളൊക്കെ ആക്കി കഴിഞ്ഞാൽ എന്ത് തേങ്ങാക്കൊലയും അവിടെ നടക്കും. ആ ഒരു കാര്യത്തിൽ യാതൊരുവിധ തർക്കവും ഇല്ല. ഒന്ന് ഓർത്ത് നോക്കൂ, നമ്മളെല്ലാവരും സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും കഴിയാൻ സാധിക്കുന്നത് അവരവരുടെ ആചാരങ്ങളും വിശ്വാസങ്ങളിലും മറ്റൊരാൾ ഇരിക്കുമ്പോൾ മാത്രമാണ്. എന്നാൽ കൈകടത്താനും കൈയിട്ട് വരാനും അനുവദിക്കുന്നതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അതെന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ? ഞാനീ പറയുന്നത് ക്ഷേത്ര കമ്മിറ്റിക്കാരെയാണ്. അപ്പോൾ എന്താണ് ഞാൻ ഈ പറഞ്ഞത് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ എല്ലാവർക്കും ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരിക്കും. എന്താ ഇവരിരുന്ന് പറയുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ മനസ്സിലാവാത്ത ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഓഡിയോ കേൾപ്പിച്ചു തരാം. അത് കേട്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് പോകാം കേട്ടോ. ഒരാൾ ഒഴികെ മറ്റാരും അറിഞ്ഞില്ല എത്രേ. നടയടച്ചപ്പോൾ വന്നു കയറി എന്നൊക്കെയാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സാധാരണ നമ്മളൊക്കെ ക്ഷേത്രത്തിൽ കയറുമ്പോൾ എന്താണ് ചെയ്യുന്നത്? പുറത്ത് ചെരുപ്പ് അഴിച്ചു വെച്ച് അകത്തേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരൊറ്റ എണ്ണം പോലും കാലിൽ നിന്ന് ആ ചെരുപ്പ് ഊരിയിട്ടില്ല. ക്ഷേത്ര സന്നിധിയിൽ ഇരുന്ന് അവരുടെ മീറ്റിംഗ് നടത്തി. ഈ കൂട്ടത്തിൽ മെൻസസ് ആയ പെണ്ണുങ്ങൾ വരെ. ഇതിപ്പോൾ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ കുറേ പേരൊക്കെ കുരുപൊട്ടും. ഹിന്ദുക്കൾക്ക് തന്നെയാണ് നല്ല വൃത്തിയായിട്ട് പൊട്ടുന്നത്. ആ പൊട്ടുന്നവരടുത്ത് ഞാൻ പറഞ്ഞേക്കാം. അതായത് പലരും പറയും ഇപ്പോൾ ക്ഷേത്രത്തിനകത്ത് വെച്ചൊരു മീറ്റിംഗ്, ഒരു ഇസ്ലാമിൻ്റെ മീറ്റിംഗ് നടത്തിയാൽ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കും. പ്രശ്നം തന്നെയാണോ? അത് പ്രശ്നം തന്നെയാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങളൊക്കെ മനഃപൂർവ്വം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്? അതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. പിന്നീട് മറ്റ് പലരും ചോദിക്കും, ക്ഷേത്രത്തിനകത്ത് കയറുമ്പോൾ ചെരുപ്പ് എന്തിനു അഴിച്ചു വെക്കണമെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ, ദഫ് മുട്ട് ക്ഷേത്രത്തിനകത്ത് നടത്തിയ ആ ഒരു സമയത്ത് ചെരുപ്പിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും വന്നിട്ട് ചോദിച്ചു, അയ്യേ ഇതാണോ നിങ്ങളുടെ ആചാരങ്ങൾ? ചെരുപ്പിട്ട് ക്ഷേത്രത്തിൽ കയറിയാൽ എന്ത്, കാലിൽ ചെരുപ്പിടാതെ കയറുന്നതാണോ മാന്യത എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് എൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ഞാൻ പറയുകയാണ്, എടോ, ഞങ്ങൾ വാഷ്റൂമിലായാലും ഈ അങ്കണ്ട സ്ഥലത്തും ചവിട്ടി മെതിച്ച് നടക്കുന്ന ചെരുപ്പിനകത്ത് ഒരുപാട് അഴുക്കുകളുണ്ടാവും, മാലിന്യങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രം വളരെ പവിത്രമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ക്ഷേത്രത്തിന് പുറത്ത് ചെരുപ്പ് അഴിച്ചിട്ടിട്ട് നമ്മൾ അകത്തേക്ക് കയറുന്നത്. മനസ്സിലായോ? മനസ്സിലാവാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാട്ടോ. അപ്പോൾ പിന്നീടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ മീറ്റിംഗ്. ഞാൻ ചോദിക്കട്ടെ, ഈ പള്ളി കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് മീറ്റിംഗ് നടത്താൻ പള്ളിയിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥാപനങ്ങളിലോ ഇവർക്ക് വേണ്ടിയിട്ട് മീറ്റിംഗ് നടത്താൻ ഏതെങ്കിലും എത്രയോ കാശുകാരുണ്ട്. അവരുടെ വീട്ടിലോ സ്ഥലമില്ലാഞ്ഞിട്ടാണോ ഈ ക്ഷേത്ര പരിസരത്ത് വന്ന്, അതായത് ക്ഷേത്ര കോമ്പൗണ്ടിനകത്ത് ഒരു വലിയൊരു മീറ്റിംഗ് നടത്തിയത് എന്ന് എനിക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നു. കാരണം എനിക്ക് ചോദിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനൊരു യൂട്യൂബറാണ്. അതിനേക്കാളേറെ ഞാനൊരു ഹൈന്ദവ സ്ത്രീയാണ്. ഞാൻ ക്ഷേത്രങ്ങളിലും കാവുകളിലും നമ്മുടെ മതപരമായിട്ടുള്ള എല്ലാ ആശയങ്ങളിലും വിശ്വസിച്ച് ജീവിച്ച് പോണ ഒരു സ്ത്രീയാണ്. അപ്പോൾ അതെനിക്ക് ചോദിക്കാതിരിക്കേണ്ട ഒരു കാര്യവുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? ഇതിനൊക്കെ വഴിവെച്ച് കൊടുക്കുന്ന നമ്മുടെ ക്ഷേത്ര ഭാരവാഹികൾക്കാണ് നല്ല പിട കൊടുക്കേണ്ടത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഫസ്റ്റ് പറയാനുള്ളത്. പിന്നീട് ബാക്കി കാര്യത്തെക്കുറിച്ചൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ബാക്കി കൂടി കേൾക്കാം. നമ്മുടെ ആചാരത്തെ പാടെ എതിർക്കുന്ന ഇവർ ഇനി അത് അറിയാമെങ്കിലും ക്ഷേത്രത്തെ അശുദ്ധമാക്കാൻ മനഃപൂർവ്വം വന്ന് അവിടെ കയറി ഇരിക്കുകയും ചെയ്യും. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിക്ക് ഇത്തരത്തിൽ ഒരു സെമിനാർ നടത്താൻ ക്ഷേത്രത്തിൽ അനുമതി നൽകാൻ ക്ഷേത്ര സമിതിക്ക് എങ്ങനെയാണ് ധൈര്യപ്പെട്ടത് എന്നാണ് ചോദ്യം. എന്തായാലും മലബാർ ദേവസ്വം ബോർഡ് അധികൃതരുടെ ഈ ഒരു നടപടിക്കെതിരെ ഭക്തജനങ്ങളും വിശ്വ ഹിന്ദു പരിഷത്തും പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ്. വളപട്ടണം പഞ്ചായത്ത് അംഗമായ സമീറ എന്ന വ്യക്തിയുടെ നേതൃത്വത്തിലാണ് വെൽഫെയർ പാർട്ടി ഈ കഴിഞ്ഞ ദിവസം അവിടെ സെമിനാർ സംഘടിപ്പിച്ചത്. വളപട്ടണത്തെ
പൈതൃക നഗരങ്ങൾ സന്ദർശിച്ച് ആ സ്ഥലങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്ന പൈതൃക യാത്ര എന്ന പരിപാടിയുടെ ഭാഗമായാണത്രേ ക്ഷേത്രത്തിനുള്ളിൽ വെൽഫെയർ പാർട്ടി അംഗങ്ങൾ യോഗം നടത്തിയത് എന്നാണ് പറയുന്നത്. പരിപാടി നടത്തുന്നതിനുള്ള അനുമതി ക്ഷേത്രം സമിതി പ്രസിഡന്റ് നൽകി എന്നാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ ഭരണസമിതിയിലെ മറ്റംഗങ്ങൾ ആരും തന്നെ ഇക്കാര്യം അറിഞ്ഞില്ല എന്നും ഞങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇവനൊക്കെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിക്ക് അനുമതി നൽകാൻ തോന്നിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ കൃത്യമായ അജണ്ടയാണ് ഇവർ ഇവിടെ നടപ്പാക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ്. ഈ സമയത്ത് അവരൊക്കെ അവിടെ കയറി നിസ്കാരം നടത്തിയാലും ആരെങ്കിലും അറിയാൻ പോകുന്നുണ്ടോ? ഇല്ല. അവസാനം അത് വഖഫിന്റേതാകുമോ എന്നിനി നമ്മൾ വലിയ തന്നെ കണ്ടറിയേണ്ടി വരും. ഇമാതിരി പരിപാടികളൊക്കെ ഇവന്മാരൊക്കെ കാണിക്കുന്നത് അവരുടെ ആചാരമാക്കി പിന്നെ അത് അവരുടേതാക്കി മാറ്റുക എന്ന ഹിഡൻ അജണ്ടയല്ല, വളരെ കൃത്യമായ അജണ്ട കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു യോഗം നടത്തിയതോടുകൂടി ആ ക്ഷേത്രാങ്കണം മുഴുവനായും അശുദ്ധമായി. എന്നാൽ അതിനുള്ള പ്രായശ്ചിത്ത ക്രിയകൾ ഒന്നും തന്നെ ചെയ്യാതെയാണ് അമ്പലത്തിൽ കർമ്മങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്ന വാർത്തയും ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു. ജില്ലയിലെ പുണ്യപുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നായ ഈ കളരിവാതുക്കൽ ക്ഷേത്രത്തിൽ ക്ഷേത്ര മര്യാദകൾ ഒന്നും തന്നെ പാലിക്കാതെ അന്യമതസ്ഥർക്ക് സെമിനാർ നടത്താൻ അനുവാദം നൽകിയ ആ ക്ഷേത്ര അധികാരിക്കെതിരെ എന്ത് നടപടിയെടുത്താൽ മതിയാകും? നിങ്ങൾ തന്നെ പറയൂ. ഇതാണ് പറയുന്നത് ഹൈന്ദവ ക്ഷേത്രങ്ങൾ വിശ്വാസികൾക്ക് മാത്രമുള്ളതാണ് എന്നും മതേതരത്വം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇമാതിരി ഉള്ളവന്മാരൊക്കെ ഭരണത്തിൽ കയറ്റിയിരുത്തിയാൽ ക്ഷേത്രം എന്നത് അവർ പാടെ നശിപ്പിക്കുമെന്നും വീണ്ടും വീണ്ടും അടിവരയിട്ട് പല പല ഉദാഹരണങ്ങളിലൂടെ ഇങ്ങനെ ഊന്നി പറയേണ്ടി വരുന്നത്. ഇമാതിരി കള്ള മതേതരത്വം പറഞ്ഞുകൊണ്ട് ക്ഷേത്രങ്ങൾ നശിപ്പിക്കാൻ ഇസ്ലാം മത തീവ്രവാദികൾക്ക് കൂട്ടുനിൽക്കുന്നവർ ആരായാലും അവരെ ഒറ്റക്കെട്ടായി നേരിടുക തന്നെ വേണം. എന്ത് വില കൊടുത്തും ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ ഭക്തിപരമായ അന്തരീക്ഷം കാത്തു സൂക്ഷിക്കുക തന്നെ വേണം. എന്താ പറയുന്നതല്ലേ ഇത് കേട്ടിട്ട് പലരും ഇപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പോലും എന്നെ തെറി വിളിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അഹങ്കാരമാണ് ഈ കാണിക്കുന്നത്. ആരായാലും നിഷേധിത്തരമാണ് കാണിക്കുന്നത് എന്ന് തന്നെ തുറന്നു പറയേണ്ടിയിരിക്കുന്നു. കാര്യം ഞാൻ ഒന്ന് ഓർക്കുക, ഇത് മറ്റുള്ളവരെ പ്രവോക്ക് ചെയ്യാൻ മാത്രമേ ഈ ഒരു പ്രവൃത്തി കൊണ്ട് ഉപകരിക്കത്തുള്ളൂ. ഇത് ചിന്തിക്കാനുള്ള ബോധമില്ലാതെ തലയിൽ മുഴുവനും സെപ്റ്റിക് ടാങ്ക് കെട്ടി വെച്ചുകൊണ്ട് നടക്കുന്ന ഹിന്ദുക്കളെ എന്ത് പറയാനാണ്? ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുറേ ആളുകൾ, കുറച്ച് യൂട്യൂബേഴ്സൊക്കെ വന്നിട്ട്, ഞാൻ പല വീഡിയോകളും കാണാറുണ്ട്, ഇതുപോലെയൊക്കെ വിശ്വാസികളെ സംബന്ധിക്കുന്ന പല പ്രശ്നങ്ങളും വരുമ്പോൾ ചില യൂട്യൂബർമാർ, എല്ലാവരെയും ഒന്നുമല്ല, ചില യൂട്യൂബർമാർ വന്നിട്ട് ക്ഷേത്രത്തിൽ മറ്റുള്ളവർക്ക് കയറിയാൽ എന്താണ് പ്രശ്നം, കയറിയെന്നും പറഞ്ഞ് എന്താണ് അവിടെ ശുദ്ധികലാശം നടക്കുന്നില്ലേ, ശുദ്ധികലശമാണ് നടക്കുന്നതെന്ന് പറയാൻ പോലും അറിയാത്ത ആളുകളാണ് വന്നിട്ട് അവിടെ ശുദ്ധികലാശം നടക്കുന്നില്ലേ, ക്ഷേത്രത്തിൽ ഡെയിലി ശുദ്ധികലാശം നടക്കുന്നില്ലേ, അതുകൊണ്ട് എന്താണ് പ്രശ്നമെന്നൊക്കെ ചോദിച്ചിട്ട് പല യൂട്യൂബർമാരും വന്നിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ആ പറയുന്ന സഹോദരനോട് സഹതാപം മാത്രമാണ് ഉള്ളത്. കാര്യം ക്ഷേത്രത്തിൽ ശുദ്ധികലശം എല്ലാ ക്ഷേത്രത്തിലും ഡെയിലി നടത്തുന്ന ഒരു കാര്യമില്ല, അത് കുറച്ച് പണച്ചിലവുള്ള കാര്യമാണ് സഹോദര, അത് ആദ്യം മനസ്സിലായില്ലേ? അങ്ങനെ ശുദ്ധികലശം നടത്തുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാമല്ലോ, എല്ലാ സ്ത്രീകൾക്കും എല്ലാ തവണയും ഇനി പീരിയഡ്സ് ടൈമിലാണെങ്കിലും ക്ഷേത്രത്തിൽ വരാമല്ലോ, വന്ന് തൊഴുതിട്ട് പോകുമ്പോൾ ഒരു ശുദ്ധികലാശം അങ്ങ് നടത്തിയാൽ പോരെ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇതൊക്കെ സംസാരിക്കുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ മാന്യത വേണം സംസാരിക്കാനായിട്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതിനു മുമ്പ് നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ, കേരളത്തിൽ സ്വസ്ഥമായിട്ട് ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. ഇപ്പോഴേ ഓരോരുത്തർക്ക് പേടിയാണ്, ഓരോ ഹൈന്ദവർക്കും പേടിയാണ്. ഹൈന്ദവർക്കെന്ന് പറയുന്നത് വിശ്വാസികളായ ഹൈന്ദവർക്ക് പേടിയാണ്. ഇങ്ങനെയൊക്കെ ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പോക്ക് ഇങ്ങോട്ടാണ്, ഇതിൻ്റെ പേരിൽ നാളെ ഒരു സമയം ഹിന്ദു മുസ്ലിങ്ങൾ തമ്മിൽ തലതല്ലി പൊളിക്കേണ്ട അവസ്ഥയിൽ വരുമോ എന്നൊക്കെയുള്ള പേടിയാണ്. എനിക്ക് വരെ പേടിയാണ് സത്യം പറയാമല്ലോ. നമ്മളിപ്പോൾ ഉള്ള ആ ഒരു സ്നേഹവും ഐക്യതയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപകരിക്കത്തുള്ളൂ, അല്ലാതെ ഒന്നിനും ഉപകരിക്കത്തില്ല. മനസ്സിലായില്ലേ? ഇതൊന്നും അംഗീകരിക്കാൻ ആർക്കും പറ്റില്ല. ഭക്തജനങ്ങൾക്കായിട്ടുള്ള ഒരു മനുഷ്യർക്കും ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ ചോദിക്കട്ടെ, ഇത് ആരോട് ചോദിച്ചിട്ടാണ്? ആ കളരിവാതുക്കൽ ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ആ ഒരു ക്ഷേത്രത്തിൽ, അല്ലെങ്കിൽ പ്രസിദ്ധമല്ലാത്ത ക്ഷേത്രത്തിലാവട്ടെ, ഇത്തരക്കാർക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു മീറ്റിങ്ങിന്
പിന്നെ സ്ഥലം കൊടുക്കുമ്പോൾ അത് നിങ്ങൾ കാണുന്നില്ലായിരുന്നോ? ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാമായിരുന്നു ക്ഷേത്രത്തിൻ്റെ ഹൃദയ ഭാഗത്തിനോട് ചേർന്ന്, അതായത് ക്ഷേത്ര ശ്രീകോവിലിനോട് ചേർന്നുള്ള സ്ഥലത്താണ് ഈ ഒരു സെമിനാർ നടത്താനുള്ള അത്രയും സ്ഥലം കൊടുത്തിരിക്കുന്നത്. എന്തോരം ആളുകളാണ് അവിടെ ഇരിക്കുന്നത്. എല്ലാവരുടെ കാലിലും ചെരുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യമുണ്ടല്ലോ, ഹിന്ദുക്കൾ എന്തിനാണ് ക്ഷേത്രത്തിനുള്ളിൽ കയറുമ്പോൾ ചെരുപ്പഴിച്ച് വെക്കുന്നത്? വെപ്പിക്കാതിരുന്നൂടെ? എല്ലാവർക്കും ഒരേപോലെയാണ്. അതുമാത്രമല്ല, ഒരുപാട് സ്ത്രീകളുണ്ട് അതിൽ. അവർക്കൊക്കെ എങ്ങനെയാണ് ഈ പീരിയഡ്സ് ടൈം ആയിരുന്നോ എന്നൊന്നും ആർക്കും അറിയില്ല. നമ്മൾ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം പീരിയഡ്സ് ടൈം കഴിഞ്ഞ് 12 ദിവസം കഴിഞ്ഞതിന് ശേഷം ക്ഷേത്രത്തിൽ പ്രവേശിക്കൂ. ആ സമയത്ത് യൂസ് ചെയ്യുന്ന ഡ്രസ്സുകൾ, അത് അണ്ടർ ഗാർമെൻറ്റ്സ് ആയാലും മുകളിലിടുന്ന ഡ്രസ്സുകളായാലും ഒന്നും നമ്മൾ ഇട്ടുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പല ചിട്ടകളും വച്ച് പുലർത്തുന്ന ആളുകളാണ് നമ്മൾ. അപ്പോൾ ആ കൂട്ടത്തിൽ എത്ര പേർക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നൊന്നും ആർക്കും അറിയില്ല. പിന്നെ ശുദ്ധികലശമോ ഒന്നും നടത്താതെ തന്നെയാണ് ക്ഷേത്രത്തിലെ ബാക്കിയുള്ള പൂജകളും കാര്യങ്ങളും ഒക്കെ അതിനുശേഷം നടന്നിട്ടുണ്ടായിരുന്നത് എന്നുകൂടി ഓർക്കേണ്ടതാണ്. ഞാൻ ചോദിക്കുന്നത്, വകതിരിവില്ലാത്ത ഭരണസമിതി ആയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എന്നാൽ പോലും ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കൊരു മീറ്റിംഗ് നടത്താനുള്ള അനുവാദം എന്തായാലും ക്ഷേത്ര കമ്മിറ്റിക്കാർ വന്നിട്ട് നിങ്ങളോട് പറയില്ലല്ലോ. എന്തായാലും നിങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ക്ഷേത്രത്തിൽ വെച്ച് നടത്തൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വന്ന് പറയാൻ ഒരു സാധ്യതയില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി അഥവാ പറഞ്ഞാൽ നിങ്ങൾക്കത് നിരസിക്കാമായിരുന്നല്ലോ സ്നേഹത്തോടു കൂടി. നിങ്ങൾക്ക് എന്താ പള്ളികളിൽ എന്താ ഇതിനുള്ള സ്ഥലമോ സാഹചര്യമോ ഒന്നും ഉണ്ടായിരുന്നില്ലേ? നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കും വീട്ടിൽ സൗകര്യമില്ലായിരുന്നു ഇങ്ങനെ ഒരു മീറ്റിംഗ് ചെയ്യാനായിട്ട്? ഇപ്പോൾ മിക്ക വീടുകളിലും ഉണ്ടല്ലോ, വാർത്ത വീടുകളുടെ മുകളിലൊക്കെ ഷീറ്റൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചൊക്കെയല്ലോ. അവിടെ കുറേ കസേര ഇട്ടാലും അവിടെ ഇരുന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് നിങ്ങൾ ചെയ്യുന്നത് വെറും വൃത്തികേടുകളാണ് കേട്ടോ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധത്തിന് തകരാറ് സംഭവിക്കും. ഉലച്ചിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ നടക്കുന്നതൊക്കെ. ഇതിനെ ഒന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങൾ ഓർത്തു നോക്കൂ വീട്ടികളെ. അതായത് ഞാൻ കമ്മിറ്റിക്കാരോട് ചോദിക്കുകയാണ്, നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. നാളെ നമുക്ക് എന്തെങ്കിലും നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള മീറ്റിങ്ങുകളോ ചർച്ചകളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെന്നിട്ട് ഈ പറയുന്നത് പോലെ നമ്മുടെ സഹോദരങ്ങളടുത്ത് ചെന്നിട്ട് പറയുന്നു, ഞങ്ങൾക്ക് പള്ളിക്കകത്ത് ഒരു മീറ്റിംഗ് വെക്കാനായിട്ട് നമുക്ക് ഹൈന്ദവ സഹോദരങ്ങൾക്ക് സ്ഥലം സെറ്റ് ചെയ്തു തരണം, അതും പള്ളിക്കകത്ത് ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യം ചെയ്തു തരണം. നമ്മൾ കുറേ പേര് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം കൂടെ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞാൽ അവരങ്ങ് സമ്മതിച്ച് തരുമോ? നിങ്ങളൊന്ന് ഓർക്കൂ. നിങ്ങൾ ശരിക്കും വിഡ്ഢികളാവരുത് കേട്ടോ. നിങ്ങളുടെ തലയിൽ നിറച്ച് തീട്ടമാണെങ്കിൽ ആ തീട്ടം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കൂ. വിശ്വാസികളുടെ ദേഹത്തേക്കൊന്നും വാരി തേക്കാനായിട്ടിരിക്കരുത്. വിശ്വാസികൾ ഒരിക്കലും അതൊന്നും ക്ഷമിച്ച് തരില്ല. അത് പൊറുക്കാൻ ഒരു വിശ്വാസികളെ കൊണ്ട് പറ്റത്തുമില്ല. ഇതിൻ്റെ പേരിൽ ഇനി എന്നെ വർഗീയവാദിയോ തീവ്രവാദിയോ എന്താക്കിയാലും എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയുക തന്നെ ചെയ്യും. ഞാൻ ഒരിക്കലും പറയാണ്ട് മനസ്സിൽ വെച്ചിട്ട് ഞാൻ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളേ അല്ല. എനിക്കെല്ലാവരോടും സ്നേഹവും വിശ്വാസവും കടപ്പാടും ഒക്കെ ഉണ്ട്. പക്ഷേ എന്ന് കരുതിയിട്ട് ഇമാതിരി തീട്ടപ്പണിയൊക്കെ കൂട്ടു നിൽക്കുന്ന കമ്മിറ്റിക്കാരോട് എന്താ പറയാനുള്ളത്? നിന്നെയൊക്കെ തീട്ടത്തിൽ ചൂലുമുക്കി തല്ലേണ്ട സമയം പണ്ടേ കഴിഞ്ഞു. എന്തുകൊണ്ടാണെന്നറിയാമോ? നീയൊക്കെ വിശ്വാസികളെ ഹൃദയത്തെ കീറി മുറിക്കുന്നത് കൊണ്ട്. നല്ല ഒന്നാം തരം സെപ്റ്റി ടാങ്കിൽ കലക്കിയ ചൂലിന് അറിഞ്ഞ് പിരിക്കണം നിന്നെയൊക്കെ ഇമാതിരി തോന്നിയാസങ്ങൾ കാണിക്കുന്നതിന്, ഭക്തജനങ്ങളുടെ ഹൃദയം കീറി മുറിക്കുന്നതിന്. ക്ഷേത്ര കമ്മിറ്റിക്കാർക്കിട്ട് പൊട്ടിക്കണം നല്ല 4 എണ്ണം. ഇതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്തോളൂ. അതോടൊപ്പം ബെല്ലൈക്കൻ കൂടി അനേബിൾ ചെയ്യാനും മറക്കരുത്.